സർ, FCRA തിരികെ വരികയാണ്. FCRA മാത്രമല്ല, യൂണിഫോം സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ തിരികെ പാർലമെന്റിലേക്ക് എത്തുകയാണ്. ഈ ബില്ലുകളൊക്കെ പാർലമെന്റിലേക്ക് തിരികെ എത്തുമ്പോൾ പ്രതിപക്ഷത്ത് നിന്ന് ഒരു എതിർപ്പുണ്ടായാൽ പോലും പാസ്സാക്കിയെടുക്കാൻ സാധിക്കും എന്നതാണ് നിലവിലെ സ്ഥിതി. എങ്ങനെ വിലയിരുത്താം? നമ്മൾ ചില ഓട്ട മത്സരങ്ങൾ കണ്ടിട്ടില്ലേ? ചില സ്പോർട്സ് ഇവന്റ്സില്, ട്രാക്ക് ഇവന്റ്സിലൊക്കെ നടക്കുന്ന സ്നേഹത്തില് ചിലപ്പോഴ് ചില സമയത്ത് വളരെ പുറകെ നിൽക്കുന്ന ആളായിരിക്കും, ഏറ്റവും പുറകിലായിട്ടായിരിക്കും ചിലപ്പോൾ ഓടുന്നത്. പക്ഷെ അവസാന ലാപ്പിൽ നമുക്ക് കാണുന്നത് എന്താണ്? അവർ ഓടിക്കേറി വിജയിച്ചു പോകുന്നതാണ്, അല്ലെ? ഓടിക്കേറി ഒന്നാം സ്ഥാനം നേടിക്കൊണ്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ BJP-യുടെ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ അങ്ങനെ നമ്മളത് കാണുന്നുണ്ട്. കഴിഞ്ഞ തവണ ഈ ബില്ലുകള്, ഇപ്പൊ നീതു സൂചിപ്പിച്ച ബില്ലുകൾ വന്ന സമയത്ത് അന്ന് വന്നത് മണ്ഡല പുനർനിർണയമാണ്. മണ്ഡല പുനർനിർണയം, അതായത് നിലവിലുള്ള പാർലമെന്റിലെ 543 സീറ്റുകളെ ജനസംഖ്യാനുപാതികമായിട്ട് വിഭജിച്ചു വരുന്ന സമയത്ത് ഏതാണ്ട് 830ഓളം സീറ്റുകൾ ഉണ്ടാവും. 543 എന്നുള്ളത് 830 വർദ്ധിക്കുന്ന സമയത്ത് പിന്നെ പല സംസ്ഥാനങ്ങളിലും സീറ്റുകളുടെ എണ്ണം കൂടും. അപ്പൊ ചിലയിടത്ത് ക്രമാനുഗതമായിട്ടേ കൂടത്തുള്ളൂ. സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളില് അങ്ങനെ പോപ്പുലേഷൻ ഗ്രോത്ത് കുറവായിരുന്നു, ജനസംഖ്യാ വർധനവ് കുറവായിരുന്നുകൊണ്ട് നമുക്ക് കുറവായിരിക്കും. പക്ഷെ നോർത്തിലൊക്കെ അത് വളരെ കൂടുകയും ചെയ്യും. ഇപ്പോഴത്തെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തിൽ ഇപ്പൊ 20 സീറ്റാണ്, 20 എന്നുള്ളത് 30 ആവും എന്നാണ് പറയുന്നത്. അതേസമയം UP-യിലെ 80 എന്നുള്ളത് 120 ആവും. അങ്ങനെ അത് കൂടും. അപ്പൊ ഇതായിരുന്നു ഈ വ്യവസ്ഥ, ഇതായിരുന്ന കണ്ടീഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ കൂടുന്ന സമയത്താണ് ഈ വനിതകൾക്ക് ഇതിനകത്ത് ഇന്ന് 33% സംവരണം, 33% സംവരണം അവർക്ക് കൊടുക്കണമെന്നുള്ള കാലാകാലങ്ങളായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉള്ള പ്രഖ്യാപനങ്ങളാണ്. എല്ലാവരും പറയും ഇങ്ങനെ കൊടുത്തേക്കാം, 3-1 ഞങ്ങൾ കൊടുത്തേക്കാന്ന്. പക്ഷെ ആരും കൊടുക്കാറില്ല. എല്ലാവരും കൊടുക്കാറില്ല. പല പേരിനെങ്ങാണോ 1-2 സീറ്റ് കൊടുക്കും എന്നുള്ളത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ആ ബില്ല് ഇത് രണ്ടും കൂടെ ചേർന്നാണ് വന്നിരുന്നത്. പക്ഷെ ആ ബില്ലിനെ പ്രതിപക്ഷം പരാജയപ്പെടുത്തി. പ്രതിപക്ഷം ഇന്ത്യ മുന്നണി ചേർന്നിട്ട് അവര് അതിശക്തമായ രീതിയിൽ അവര് പിന്നെ ലോക്സഭയിൽ അതിനെ എതിർത്ത് തോൽപ്പിച്ചു. കാരണം 3-2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഭരണഘടന ഭേദഗതി ബില്ലുകളാണല്ലോ ഇതൊക്കെ പാസ്സാകുകയുള്ളൂ. അങ്ങനെ തോറ്റുപോയി കഴിഞ്ഞപ്പോ എല്ലാവരും വിചാരിച്ചത് കണ്ടതാ മോദിയും അമിത്ഷായും തോറ്റുപോകുന്നു, അല്ലെ BJP തോറ്റു പിന്മാറുന്നു എന്നൊക്കെയാണ് കരുതിയത്. പക്ഷെ നമ്മളിപ്പോ എന്തായി 1.5 മാസത്തിനിടയിൽ കാണുന്ന കാഴ്ചകൾ എന്താണെന്ന് നോക്കി. അവര് തോറ്റു പിന്മാറുകയായിരുന്നില്ല ഒരു പക്ഷെങ്കിൽ. അങ്ങനെ ആ തോൽവി അവരുടെ പറഞ്ഞ പോലെ നെറുകയിൽ കൊണ്ടൊരടിയായിരുന്നു. അതിന് പ്രതികാരം ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെ പ്രതികാരം ചെയ്യാം, രാഷ്ട്രീയ പ്രതികാരം. അക്കാര്യത്തിൽ അമിത്ഷായെ കഴിഞ്ഞിട്ടേ ഉള്ളല്ലോ ആള്. ആ രാഷ്ട്രീയ പ്രതികാരമാണ് ഇപ്പൊ ദേശീയ രാഷ്ട്രീയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്താണ് അവസ്ഥ? ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന 240ഓളം സീറ്റുകൾ ഉണ്ടായിരുന്ന മുന്നണി, ഏതാണ്ട് 234-40 സീറ്റുകൾ ഉണ്ടായിരുന്ന മുന്നണി തകർന്ന് നാമവിശേഷമാകുകയാണ്, അല്ലേ? അതിനകത്തിലെ പ്രധാനപ്പെട്ട കക്ഷികളെല്ലാം തെറിച്ചു പോവുകയാണ്. ആരും അതിനകത്ത് ബാക്കിയില്ല, ഇതിലേക്ക് പോകാണെന്ന് തോന്നുന്നു. പറയുമ്പോ എണ്ണം പറയുകയാണെങ്കിൽ 20 കൂടുതലൊക്കെ ഉണ്ടായി, 20-23 പേര് ഒക്കെ ഉണ്ടായിരുന്നുണ്ട്. പക്ഷെ അതിനകത്തിലെ ഒരു 2 ഡിജിറ്റ് ആയിട്ടുള്ള പിന്നെ കക്ഷികളുടെ എണ്ണം പോലും പരിമിതമാകുന്ന രീതിയിലേക്കാണ് പോകുന്നത്. ആ അവസ്ഥയിലേക്ക് വരികയാണ്. അതാണ് അവർ തന്ത്രം പാർത്തിരുന്നു. ആദ്യം തന്നെ DMK വലിയ കക്ഷിയായിരുന്നല്ലോ. DMK ഏതാണ്ട് 28 MP-മാരുണ്ടായിരുന്നു പാർലമെന്റിലെ, പിന്നെ ലോക്സഭയിൽ 28 MP-മാരുണ്ടായിരുന്നതാണ്. അവരെ പറഞ്ഞ പോലെ കൃത്യമായിട്ട് പിന്നെ നമ്മൾ പറയുന്നത് 2 പാത്രമാക്കി മാറ്റിക്കളഞ്ഞു. കഴിഞ്ഞ ദിവസം സ്റ്റാലിൻ പറഞ്ഞത് കേട്ടില്ലേ? സ്റ്റാലിൻ പറഞ്ഞത് രാഷ്ട്രീയത്തിൽ ഇത്രയും വിശ്വസിക്കാൻ കൊണ്ടുവരാത്തൊരു നേതാവ് ഉണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിയാണെന്നാണ് പറഞ്ഞത്. നോക്കണം, 20 വർഷം 20-ലേറെ വർഷം കൂടെ നടന്ന് കിടന്ന് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കാനും പിന്നെ പ്രധാനമന്ത്രിയാക്കാനും വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ച, അതായത് മോദിയുടെയും അമിത്ഷായുടെയും അല്ലെങ്കിൽ BJP-യുടെ വലിയ വിമർശകനായിരുന്ന DMK നേതാവ് പിന്നെ സ്റ്റാലിനാണ് പറഞ്ഞിരിക്കുന്നത്, ഇയാളെ പറഞ്ഞില്ല ഒരു കാരണവശാലും വിശ്വസിക്കാൻ കൊള്ളത്തില്ല, ഒരു രാഷ്ട്രീയത്തിൽ യാതൊരു ഇതുമില്ലാത്ത നേതാവ്, ഒരു പക്വതയില്ലാത്ത നേതാവ് എന്ന് വരെയൊക്കെയാണ് വിശേഷിപ്പിച്ചു കളഞ്ഞത്. പ്രധാനപ്പെട്ട ഒരു മുന്നണി പോയല്ലോ. രണ്ടാമത്തേത് അവരുടെ ഏറ്റവും വലിയ പിന്നെ ലക്ഷ്യം എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളായിരുന്നു. പശ്ചിമ ബംഗാളിൽ മമതയെ വീഴ്ത്തണം എന്നുള്ളത് ഒരു വലിയ ലക്ഷ്യമായിരുന്നു. അതോടൊപ്പം തന്നെ അവിടെയുമുണ്ട് 28-29ഓളം MP-മാരുണ്ട് പിന്നെ ലോക്സഭയിലുണ്ട് അവിടെ. ഇപ്പൊ അവിടുത്തെ സ്ഥിതി എന്താണ്? അവിടെ വലിയ കേസും വഴക്കും ഒക്കെ ആയി. കാരണം അവിടെ നിലവിലുള്ള MP-മാരിന്റെ ഏതാണ്ട് 20-ലധികം പേര് മമതയുടെ പാർട്ടിയിൽ നിന്ന് വിട്ടുപോരുന്നു. TMC-ന്ന് വിട്ടിട്ട് അവരിപ്പോ വേറെ പാർട്ടി ഉണ്ടാക്കിയിരിക്കുകയാണ്. നേരിട്ട് BJP-യിലേക്ക് അവർ വന്നിട്ടില്ല. അവർ NCPI എന്നൊക്കെ പറഞ്ഞ പാർട്ടി, NCP വരെ നമ്മൾ കേട്ടിട്ടുണ്ട്, NCPI എന്നൊക്കെ പറഞ്ഞ ഒരു പാർട്ടി
അതായത് പണ്ട് 2023 ഹൗറയെ രജിസ്റ്റർ ചെയ്ത് അങ്ങനെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതൊക്കെ നമ്മൾ ഇപ്പോഴാണ് കേൾക്കാൻ തുടങ്ങിയത്. അതിനകത്ത് അംഗസംഖ്യയൊന്നുമില്ല. അവരാകപ്പാടെ 2 തവണ എങ്ങാണ്ട് പിന്നെ ത്രിപുരയിലോ മറ്റോ മത്സരിച്ചിട്ടുണ്ട്. അന്നേരം അവർക്ക് എങ്ങാണ്ട് എല്ലാം 800-900 വോട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു പാർട്ടിയാണ്. അപ്പൊ ഇങ്ങനൊരു പാർട്ടി ഉണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ ഒരു ഫൗണ്ടറുടെ ഒരു പേരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആരാണ് നമ്മൾ ദേശീയ സഭയിൽ വന്നിട്ടില്ല. പക്ഷെ ആ പാർട്ടിക്കകത്തേക്ക് ഇവർ ലയിച്ചു. ഈ തൃണമൂലിൽ നിന്ന് വിഘടിച്ച് വന്നവർ ലയിച്ചിരിക്കുകയാണ്. 20 പേരാണ്, 20 അല്ല, അതിനകത്തിലെ ചിലപ്പോൾ 3-4 പേരുടെ വരുമെന്ന് പറയുന്നത്. അപ്പൊ 10-25 പേര് ലയിച്ചിട്ട് BJP ചേരാൻ പോവുകയാണ്. BJPയുമായിട്ട് സഖ്യം ഉണ്ടാക്കാൻ, BJPയുമായിട്ടുള്ള സഖ്യ മുന്നണി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ നല്ലൊരു ബലമായിട്ട്. പിന്നെ അതിനകത്ത് മറ്റൊരു ചെറിയ ബലം ഉണ്ടായിരുന്നതായിരുന്നു ശരത് പവാറിന്റെ NCP. അതിനെ പിളർത്തി. അതിൽ നിന്നൊരു 4-5-6 പേര്, പകുതിയോളം ആളുകൾ ഇപ്പൊ ഷിഫ്റ്റ് ചെയ്ത് മാറുന്നു. അവരും പിന്നെ BJPക്ക് പിന്തുണ കൊടുക്കുന്നു എന്ന് പറയുന്നു. പിന്നീട് പിന്നെ ഉദ്ധവ് താക്കറയുടെ പാർട്ടിയെ പിളർത്തുക. അതിനകത്തിലും കുറച്ചൊക്കെ അംഗബലം ഉണ്ടായിരുന്നതാണ്. അതിനകത്തിലും പകുതി കൂടുതൽ ആളുകൾ പറയുമെന്നാണ് പറയുന്നത്. പിന്നെ ഈ ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് സമാജ്വാദി പാർട്ടിയായിരുന്നു. ഉത്തർപ്രദേശിലെ അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടി. അവർക്ക് 35-37 MPമാരുണ്ട്. അവരായിരുന്നു ആ മുന്നണി ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്ന അവരായിരുന്നു. ഇപ്പൊ അതിനെയും പിളർത്തുകയാണ്. അതും പിളരുന്നു എന്നാണ് കേൾക്കുന്നത്. ഔദ്യോഗികമായിട്ടൊക്കെ വന്നു കഴിഞ്ഞു. അവരുടെ പാർട്ടി ചില വക്താക്കൾ വന്നു കഴിഞ്ഞു. അതേപോലെ തന്നെ യോഗി മന്ത്രിസഭയിലെ പിന്നെ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പല MLAമാരും MP മാരും ഒക്കെ ഞങ്ങളുടെ കൂടെ റെഡിയായി നിൽക്കുകയാണ്. ഈ 37 പേരിൽ 30 പേരോളം വരുമെന്നാണ് അവർ പറയുന്നത്. അപ്പൊ പിന്നെ ഇന്ത്യ മുന്നണിക്കകത്ത് ആര് ബാക്കി കാണും? കോൺഗ്രസും കാണും, വല്ല RSPയോ മുസ്ലിം ലീഗ്, അങ്ങനെയൊക്കെ ചെറിയ കക്ഷികളെ ഉള്ളൂ. അതായത് സിംഗിൾ ഡിജിറ്റ് വോട്ടർമാരുള്ള, അതായത് ഒറ്റ നമ്പറിലുള്ള വോട്ടർമാർ മാത്രമേ അതിനകത്ത് ഉണ്ടാകത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന നിർണായകമായ ബില്ലുകളാണ് വരാൻ പോകുന്നത്. ഈ വരുന്ന ജൂലൈയിൽ നടക്കുന്ന പാർലമെന്റ് സമ്മേളനത്തില് നിർണായകമായ ബില്ലുകളാണ് വരുന്നത്. മുമ്പേ നീതു സൂചിപ്പിച്ചതുപോലെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ 2 ബില്ലുകളും വരും. മണ്ഡല പുനർനിർണയവും അതോടൊപ്പം തന്നെ ഈ പറയുന്ന സ്ത്രീകളുടെ സംവരണ ബില്ല്. അതായത് അവര് അന്ന് ക്ഷീണം പറ്റിയ ബില്ലാണ്. ആ ബില്ല് അവർ ആദ്യം കൊണ്ടുവരും. അതോടൊപ്പം തന്നെയാണ് FCRA നിയമം ബില്ലുകൾ വരുന്നത്. FCRA എന്ന് പറഞ്ഞത് ഇവരാണ് വിദേശ ഫണ്ട് സ്വീകരിക്കുക. നമ്മള് മറ്റ് ചാരിറ്റി കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുക. നമുക്ക് വിദേശത്തുനിന്ന് ഫണ്ട് സ്വീകരിക്കാം. വിദേശത്തുനിന്ന് ഒരുപാട് രാജ്യങ്ങളിൽ ഇന്ന് ഒരുപാട് സംഘടനകൾ അത് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. കേരളത്തിലടക്കം ഒരുപാട് സംഘടന, അത് ന്യൂനപക്ഷ സംഘടനകൾ മാത്രമല്ല, ഭൂരിപക്ഷ സമുദായങ്ങളും മേടിക്കുന്നുണ്ട്. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ മേടിക്കുന്നത് അമൃതാനന്ദമയി മഠമാണ്. അവരാണ് മേടിക്കുന്നത്. അതേപോലെ തന്നെ ശ്രീ രവിശങ്കർ അവരുടെ സംഘടന മേടിക്കുന്നുണ്ട്. അതേപോലെ ഒരുപാട് ക്രിസ്ത്യൻ സംഘടനകൾ ധാരാളമായിട്ട് വർഷങ്ങളായിട്ട് മേടിക്കുന്നുണ്ട്. പക്ഷെ ഈ ബില്ലിനകത്ത് വന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഓർക്കുന്നില്ലേ, നമ്മുടെ വലിയ പ്രക്ഷോഭ സമാനമായ ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ടായി. അതായത് ക്രിസ്ത്യൻ സഭകളെല്ലാവരും കൂടെ ശക്തമായിട്ട് എതിർത്ത് ഈ ബില്ല് പാർലമെന്റിൽ പാസ്സാക്കുകയാണെങ്കിൽ ഞങ്ങള് BJPക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ വലിയ പ്രശ്നമായി. കാരണം അവര് ഇവരുമായിട്ട് സുരേഷ് ഗോപിയുടെ വിജയത്തെ തുടർന്ന് ക്രിസ്ത്യൻ സമുദായവുമായിട്ട് ഒരു നല്ല ബന്ധം ശ്രമിക്കാനിടയിലാണ് ഈ ബില്ല് കയറി വരുന്നത്, പാർലമെന്റിൽ വരുന്നത്. ആ സമയത്ത് ഈ ആരെയാണ് പ്രചരിപ്പിച്ചതെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണാജനകമായ വാർത്തയാണെന്നാണ് പറയുന്നത്. അതായത് ഈ ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ ഇതുവരെ മൈനോറിറ്റി, ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായം അടക്കമുള്ളവരുടെ പള്ളിയും ആശുപത്രിയും ഒക്കെ പിടിച്ചുകൊണ്ട് പോകും, കേന്ദ്ര സർക്കാർ പിടിച്ചുകൊണ്ട് പോകുന്നൊരു പ്രചരണം. അത് എന്താണ് അതിന്റെ ഒരു അടിസ്ഥാനം എന്ന് മനസ്സിലാകുന്നില്ല. പക്ഷെ ബില്ലിൽ പറയുന്നത് അങ്ങനെയൊന്നുമല്ല. പിന്നീട് അതിന് കേന്ദ്രമന്ത്രി, ഈ ബില്ല് അവതരിപ്പിക്കാനുള്ള മന്ത്രി കിരൺ റിജിജു തന്നെ കേരളത്തിൽ വരേണ്ടി വന്നിട്ട് ഒരുപാട് സമുദായ നേതാക്കൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായ നേതാക്കന്മാരെ എല്ലാം കണ്ട് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയൊന്നുള്ള വ്യവസ്ഥയൊന്നും ഇതിനകത്തിലില്ല. നിങ്ങൾ പൈസ വാങ്ങിച്ചോളൂ, വിദേശത്ത് നിന്ന് സംഭാവന വാങ്ങിച്ചോളൂ, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ അതിന് കണക്ക് തരണം. നിങ്ങൾ എന്തിനാണ് ഈ പൈസ വാങ്ങിച്ചത്, അതിൽ എത്ര രൂപ ഇന്ന അക്കൗണ്ടിൽ ചെലവാക്കി, അതിന്റെ വരവ് ചെലവ് കണക്ക് തരണം. എന്നിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കുകയും വേണം. ഇത്രേ അവർ പറഞ്ഞുള്ളൂ. മന്ത്രി പറയുന്നത് അങ്ങനെയാണ്, ഞങ്ങൾ ഇത്രേ ആവശ്യപ്പെട്ടുള്ളൂ. പക്ഷെ അത് തരാനില്ലെന്നുള്ളതാണ്. ആരും രജിസ്ട്രേഷൻ പുതുക്കുന്നുമില്ല, കണക്കുകൾ കൊണ്ട് കൃത്യമായിട്ട് കൊടുക്കുന്നുമില്ല. അതാണ് പ്രശ്നം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെ പറയുന്നത് ഇപ്പം ഗവൺമെന്റ് കൊണ്ടുവരുന്ന ബില്ലിനകത്തിൽ വരുന്ന വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രജിസ്ട്രേഷൻ പുതുക്കുകയോ കൃത്യമായ കണക്കുകൾ തരാത്തതായ NGO-കളടക്കമുള്ള സംഘടനകളുടെ രജിസ്ട്രേഷൻ പുതുക്കത്തുമില്ല. അതുമല്ല, ആ ഫണ്ട് ഉപയോഗിച്ച് അവർ എന്ത് വസ്തുക്കളോ അല്ലെ എന്ത് സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ മറ്റെന്ത് ആരാധനാലയങ്ങളോ എന്ത് പണിഞ്ഞാലും ശരി, അത് ഒരു ജുഡീഷ്യൽ ബോഡിയുടെ കസ്റ്റഡിയിലേക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ
പക്ഷേ രേഖകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അതൊരു സ്വാഭാവിക നീതിയല്ലേ. നമ്മൾ വിദേശത്തുനിന്ന് കാശ് കൊണ്ടുവന്നിട്ട് മറ്റേ എന്തെങ്കിലുമൊക്കെ ചെയ്ത ശേഷം കണക്കെന്ത് അതെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ കണക്കില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ അതിനകത്ത് അന്ന് വ്യവസ്ഥ ഉണ്ടായിരുന്നു കേട്ടോ. വ്യവസ്ഥ ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഇവരിങ്ങനെ വാങ്ങിക്കുന്ന ഫണ്ടില് 20% അഡ്മിനിസ്ട്രേറ്റീവ് ചെലവ്, അതായത് ഓഫീസ് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, ബാക്കി 80% മറ്റേ ഇതിനു വേണ്ടി ഉപയോഗിക്കണം. ഈ എന്ത് പർപ്പസിനാണോ പൈസ വാങ്ങിച്ചത് അതിന് ഉപയോഗിക്കണമെന്നായിരുന്നു. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാ സംഭവിച്ചതൊക്കെന്നാണ് പറയുന്നത്. മേടിച്ച തുകയുടെ 90% മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു. അതാണ് കണക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും വലിയ പ്രശ്നമായിരുന്നു. പക്ഷെ മന്ത്രി വന്നിട്ടാണ് നമ്മുടെ എം പിമാർ ഈ ബില്ല്, കേരളത്തിലെ എം പിമാർ പോയത് ഓർക്കുന്നില്ല, നീ ഇത് ഓർക്കുന്നില്ല. അവർ പെട്ടെന്ന് വിമാനത്തില് തലേ ദിവസം ഇവിടുന്ന് എല്ലാവരും കൂടെ ഡൽഹിക്ക്, തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യമാണെന്ന് ആലോചിച്ച് നോക്കണം നിയമസഭാ തെരഞ്ഞെടുപ്പ്. അന്ന് എല്ലാ UDF എം പിമാരും ഒറ്റക്കെട്ടായിട്ട് പല LDF എം പിയും പോയിരുന്നു. പോയിട്ട് അവർ പാർലമെന്റിൽ ചെന്ന് വോട്ട് ചെയ്ത് തോൽപ്പിച്ചു. ആ ബില്ല് ആ ബില്ല് കൊണ്ടുവരാൻ അനുവദിച്ചില്ല. പാർലമെന്റിൽ കൊണ്ടുവരാൻ അനുവദിച്ച ബില്ല് മാറ്റി വെക്കുകയായിരുന്നു. ഇപ്പൊ ആ ബില്ലും വേണ്ടി തിരിച്ചു വരുന്നു. അതേപോലെ തന്നെയാണ് ഏകീകൃത സിവിൽ കോഡ്, അതായത് ജാതി, മതം, ലിംഗം ഇതിന്റെ ഒന്നും പേരിൽ ആർക്കും അങ്ങനെ ഒരു വേർതിരിവൊന്നുമില്ല. ഇനി അങ്ങനെ അനുവദിക്കത്തില്ല. ഒരു രാജ്യം ഒറ്റ നിയമം, അതാണ് ആ ബില്ലെന്ന് പറയുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട, അതുപോലെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഇങ്ങനെയൊക്കെ കുറെ പ്രധാനപ്പെട്ട ബില്ലുകൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് ഏതാണ്ട് 3-2 കിട്ടുകയാണ്. ഇപ്പൊ കഴിഞ്ഞ രാജ്യസഭയിലെ പുതിയ തെരഞ്ഞെടുപ്പ് കൂടെ കഴിഞ്ഞതോടുകൂടി രാജ്യസഭയിലെ കണ്ട 10, 14, 15 അംഗങ്ങളുടെ കുറവേ ഉള്ളൂ BJPക്ക്. അതൊരു പക്ഷെങ്കിൽ ഈ പറയുന്ന കക്ഷികൾ, നമ്മൾ മുമ്പേ പറഞ്ഞ ഇന്ത്യ മുന്നണിയിലെ പ്രധാന സഖ്യ കക്ഷികളുടെ ഒക്കെ ചിലപ്പോൾ കിട്ടാം. അതെല്ലാം അവർ മാറി നിന്നാൽ മതി. ലോക്സഭയിലും അതുകൊണ്ട് സംഭവിക്കാം. ലോക്സഭയിൽ ഇപ്പോ എസ് പിയും തൃണമൂൽ കോൺഗ്രസും DMKയും NCPയും അതേപോലെ തന്നെ ഷിൻഡെയുടെ ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയും അവർ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്നില്ല. BJPക്ക് അനുകൂലമായിട്ട് നിൽക്കണമെന്നില്ല. അവർ സഭയിൽ നിന്ന് മാറി നിന്നാലും മതി. സഭയിൽ നിന്ന് മാറി നിന്നാൽ സഭയിൽ ഹാജരാകുന്ന അംഗങ്ങളുടെ എണ്ണത്തിൽ 3-2 ഭൂരിപക്ഷം കിട്ടും. എനിക്ക് തോന്നുന്നത് ജൂലൈയിൽ എല്ലാ ബില്ലുകളും ഒറ്റയടിക്ക് പാസ്സാകുമെന്ന് തോന്നുന്നു. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് ഒരുങ്ങി വരുന്നത്. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. വലിയ അതിഗംഭീരമായ രാഷ്ട്രീയം. കാരണം ജാർഖണ്ഡിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് തന്നെ കണ്ടില്ലേ, ഇന്ത്യ സഖ്യത്തിന്റെ അവർക്ക് യോജിപ്പില്ലായ്മയുടെ തന്നെ സുഖമായിട്ട് BJPക്ക് ഒരു സ്ഥാനാർത്ഥിയോട് ജയിപ്പിക്കാൻ പറ്റിയെന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം. ഈ പാർലമെന്റ് സമ്മേളനം വളരെ നിർണായകമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ സൂചിപ്പിച്ചതുപോലെ ഈ പാർലമെന്റ് സമ്മേളനം നിർണായകമാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം എല്ലാ ബില്ലുകളും തിരികെ വരികയാണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞതുപോലെ FCRA ഉണ്ട്, മണ്ഡല പുനർനിർണയ ബില്ലുണ്ട്, യൂണിഫോം സിവിൽ കോഡ് ഉണ്ട്. അങ്ങനെ പലതരത്തിൽ വിവാദങ്ങൾ സൃഷ്ടിച്ച പ്രതിപക്ഷ ഭാഗത്തു നിന്നും കനത്ത പ്രതിഷേധമുയർന്ന എല്ലാ ബില്ലുകളും തിരികെ വരികയാണ്. ഈ ബില്ലുകളെല്ലാം തിരികെ വരുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പ്രതിപക്ഷം എതിർത്താലും ബില്ലുകൾ അനായാസം പാസാക്കാൻ സാധിക്കും. നിലവിൽ അതിനുള്ള ഒരു രാഷ്ട്രീയ സ്ഥിതിയാണ്, അല്ലെങ്കിൽ നിലവിൽ അതിനുള്ള ഒരു അംഗബലമാണ് പാർലമെന്റിനകത്തുള്ളത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്, വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സർ.